ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് 2 ദിവസമായില്ലേ? അപ്പോൾ നമ്മൾ കലോത്സവം നടത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു. അവിടെ അടിപൊളിയായി കാര്യങ്ങളൊക്കെ നടക്കുക. വേദികളൊക്കെ എന്നാ മത്സരം നടക്കുന്നത്, കുട്ടികളൊക്കെ എന്നാ കേസുകളാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളൊക്കെ വിചാരിച്ചു നമ്മളൊക്കെയാണ് കാര്യമായിട്ട് പ്രതിഭയൊക്കെ കയ്യിലുള്ള, ഒരു കാര്യമില്ല. കുട്ടികൾ സൂപ്പറാ. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രൈം ടൈം 1-2 ദിവസം കാണാഞ്ഞപ്പോൾ നിങ്ങൾ നിർത്തിപ്പോയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കലോത്സവത്തിൻ്റെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രത്യേക പരിപാടി ഇന്നലെയും മെനഞ്ഞാന്നും കൊടുത്തുകൊണ്ടാണ് നമുക്ക് പ്രൈം ടൈം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ പ്രൈം ടൈം വാർത്തയുടെ വീര്യത്തിൽ നമ്മൾ തുടരുന്നു. വാർത്തയിലേക്ക് നേരിട്ട്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം രംഗത്ത് വന്നു. NM വിജയൻ എഴുതിയ കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് മകൻ വിജേഷ് ഇന്ന് 24 പറഞ്ഞത്. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണെന്നും ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. NM വിജയൻ എഴുതിയ കത്തുകൾ K സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയത്. K സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിലായിരുന്നില്ല. കത്തുകൾ തന്റെ മുന്നിൽ വെച്ചാണ് K സുധാകരൻ വായിച്ചത്. എന്റെ മുമ്പിലാണ് വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ. ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നു. അടുത്ത ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിജയന്റെ മരുമകൾ പത്മജ. ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവര് വഴിതിരിച്ചു വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്ത് കിട്ടിയിട്ടില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. NM വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചെന്നും VD സതീശൻ. പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഇതിന് മകൻ വിജേഷ് നൽകിയ മറുപടി ഇങ്ങനെ: ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. കേസിൽ വിജിലൻസ് സംഘം വിജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. 24 വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം അവർ പരിശോധിക്കും. കോടതിയിൽ ഇതിനായി അപേക്ഷ കൊടുക്കും. അതേസമയം N വിജയന്റെ മകൻ വിജേഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പിതാവിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് വിജേഷ് വിജിലൻസിന് മൊഴി നൽകി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? പറയൂ. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ നീക്കങ്ങൾ പോലീസിന്റെയും ഒപ്പം തന്നെ വിജിലൻസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോലീസ് അന്വേഷണം ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളാണ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ 2 വിങ്ങുകളാണ്, 2 DYSPമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഈ പുറത്ത് വന്ന ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തെളിവ് വേണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പാണ്. അതിൽ കൃത്യമായ വ്യക്തമായ തെളിവ് ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധന എന്നുള്ള തരത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതായത് ഈ കത്തിന്റെ ഒരു താരതമ്യം നടത്തും, അദ്ദേഹത്തിന്റെ കൈയക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം നടത്തും. ആ താരതമ്യം നടത്താൻ ഫോറൻസിക് പരിശോധന കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും
പോലീസ് നടത്തുന്നുണ്ട്. അതിൽ IC ബാലകൃഷ്ണനുണ്ട്, ഗോപിനാഥനുണ്ട്, ND അപ്പച്ചനുണ്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളെല്ലാം ഉണ്ട്. ആ നേതാക്കളെ എല്ലാം വിളിച്ച് അവരുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. ഇതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മാത്രമല്ല വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ 4 പരാതിക്കാരുടെ മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഈ പരാതി നൽകിയ പീറ്റർ ജോർജ്, അതോടൊപ്പം പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുള്ള പീറ്റർ ജോർജ്, ബിജു, പത്രോസ്, ഐസക് എന്നിവരുടെ മൊഴിയാണ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി. ഇവരെല്ലാം തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് പണം കൈമാറി എന്നുള്ളതാണ് വിവരം. ഈ പണം കൈമാറിയത് NM വിജയന് തന്നെയാണ് എന്നുള്ളത് ഈ 4 പേര് സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ പരാതിക്കാർ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. ഇവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അത്തരം രേഖകളുടെ പരിശോധന കൂടി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകളുടെ പരിശോധന കൂടി വിജിലൻസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി, വിജേഷ് എന്ന് പറയുന്ന മകന്റെ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. NM വിജയനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഈ കാര്യം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചതാണ്. ആ മൊഴി തന്നെയാണ് വിജിലൻസിനും നൽകിയിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ലിലി ചോളിയിൽ പറയുന്നു, ആ കുടുംബത്തിന്റെ പ്രശ്നം കോൺഗ്രസ് പാർട്ടി തീർത്തു കൊടുക്കണം, ഇത്രയും കാലം പാർട്ടി സേവിച്ച ആളല്ലേ എന്നാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കത്ത് വായിച്ചിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നു. വിഷയം നേരത്തെ തന്നെ പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എല്ലാവരും തൂങ്ങുമെന്നും രമ്യമായി പരിഹരിക്കണമെന്നും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടക്കമുള്ള ആളുകൾക്ക് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് K സുധാകരൻ പറയുന്നു. ഞാനതിൻ്റെ കമ്മിറ്റിക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരതിൻ്റെ അകത്ത് കുറേയും കൂടെ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. 2-3 ദിവസം എടുക്കും. അത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരമുള്ളൂ. ഉണ്ട്, ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും, തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും IC ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്, മാഷോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. IC ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സ് ഉള്ളതാണ്. എത്ര എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഒരിക്കലും അത് ചെയ്യില്ല, ഒരു കുറ്റവും വരില്ല, കളിച്ചു വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോഴൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറം വളാഞ്ചേരി മരവട്ടത്ത് പൂർവ്വ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയ ഷംലീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിന്നും വാർത്ത വരുന്നുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ബിബിൻ C വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ബിബിൻ, ഈ വിദ്യാർത്ഥികളുടെ ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ. അത് ഞാൻ വിചാരിച്ചതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇതെന്താ കേസ്? അതെ SKN, ഇതിപ്പോൾ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ കാടാമ്പുഴ ഗ്രേസ് വാലി കോളേജിലെ വിദ്യാർത്ഥികളാണ്, BBA വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടുത്തെ മുൻ വിദ്യാർത്ഥിയാണ് ഈ അക്രമം അഴിച്ചുവിട്ട ഷംലിക്ക്. ഇന്ന് സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടായിരുന്നു. ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ഷംലിക്ക് കോളേജിലേക്ക് എത്തി. ഈ സമയത്ത് ഇവർക്ക് തമ്മിലുള്ള മുൻവൈരാഗ്യം, അതായത് ഷംലിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയുള്ള മുൻവൈരാഗ്യമാണ് ഈ ഒരു അക്രമത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. താക്കോലിനൊപ്പമുള്ള ഒരു മൂർച്ചയേറിയ ആയുധം വെച്ചാണ് ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. കയ്യിനൊക്കെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 4 വിദ്യാർത്ഥികളും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാടാമ്പുഴയിൽ തന്നെയുള്ള ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിട്ടുള്ള മുഹമ്മദ് അർഷാദ്, ഹഫീസ്, അംജാദ്, ഷാനിബ്, ഈ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ ഷംലിക്ക് കസ്റ്റഡിയിലാണ്. കാടാമ്പുഴ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ബിബിൻ C വിജയൻ. എന്തായാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന കാര്യം രക്ഷകർത്താക്കളും നാട്ടുകാരും ഒക്കെ ആലോചിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച ടിക്കാറാം മീണ. കോൺഗ്രസ് പാർട്ടി തന്നെ തഴഞ്ഞു. KC വേണുഗോപാലാണ് തന്നെ പാർട്ടിയിലെത്തിച്ചത്. പക്ഷേ ഗ്രൂപ്പുകളിൽ തന്നെ ഒതുക്കിക്കളഞ്ഞു. നേതാക്കളെ മണിയടിക്കുന്നവർക്കും പുകഴ്ത്തുന്ന ആളുകൾക്കും മാത്രമാണ് സ്ഥാനാർത്ഥിത്വമെന്നും ടിക്കാറാം മീണ 24-നോട്. Not respecting the people's sentiments, then the party will certainly, have disadvantages. They will lose their, popular support in the rural areas and urban areas. While money power is there,
then you have to, have certain other qualities which I do not fit into. Like I stand with justice, and traditionally my family is a Congress family, but unfortunately I was not accommodated because I had lot of hope, because K.C. Venugopal ji, the General Secretary organization, he inducted me in Congress. I had lot of faith in him, but somehow in Rajasthan you have got two groups. And these two groups always confuse the high command, and they are not able to decide and pick up the right kind of candidates. ടിക്കാറാം മീണ തുറന്നു പറയുകയാണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം പിന്തുണച്ചു, മികച്ച ആശയമാണത്. രാജ്യത്ത് മുൻപും ഇത്തരത്തിൽ മേഖലകൾ തിരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെന്നും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായിരുന്ന ടിക്കാറാം മീണ 24 പറഞ്ഞു. One state, one election, it's a very major decision. The idea is very good. I welcome it. Going for this kind of election, you need to have a detailed discussion with all the stakeholders, primarily the political parties, as well as the people of the country. There should be a serious debate about it. Look at the history of Indian elections. Initially from 1951 to I think 67, we had this kind of practice, but for different regions it was changed later on. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, ടിക്കാറാം മീണയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ മടുത്തു പോയതുപോലെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ. ഇലക്ഷനൊക്കെ നടത്തി നല്ല പരിചയമുള്ള ആളായിരുന്നു. SKN 2023 സെപ്റ്റംബറിലാണ് ടിക്കാറാം മീണ കോൺഗ്രസിൽ ചേരുന്നത്. അത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ആശീർവാദത്തോടു കൂടി അദ്ദേഹം നടത്തിയ ഒരു നീക്കമാണ് ടിക്കാറാം മീണയെ കോൺഗ്രസിൽ എത്തിച്ചത്. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ചില സുപ്രധാന ചുമതലകളൊക്കെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ ഇലക്ഷൻ എടുത്തപ്പോൾ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും ടിക്കാറാം മീണയെ പരിഗണിച്ചില്ല. അത് സംബന്ധിച്ചിട്ടുള്ള 24 ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തുറഞ്ഞു പറച്ചിൽ. അതായത് കോൺഗ്രസിൽ നേതാക്കളെ മണിയടിച്ചു നടക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. നേതാക്കൾക്ക് പണം നൽകുന്ന, ഒപ്പം തന്നെ അവരെ പുകഴ്ത്തി അവരുടെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത്. ജനങ്ങളുടെ വികാരത്തെ പരിഗണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ പിന്തുണയുള്ള നിരവധി നേതാക്കളുണ്ട്, പക്ഷേ അവർക്കൊന്നും വേണ്ട തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം നൽകാനോ തയ്യാറാകുന്നില്ല. കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്തും കുടുംബാധിപത്യമുണ്ട്. ഓരോ കുടുംബങ്ങളിൽ വിശ്വസിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് ടിക്കാറാം മീണ തുറന്നടിക്കുകയാണ്. അത്തരത്തിൽ അവർ ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഓരോ നേതാക്കളും തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ജയിച്ചാലും തോറ്റാലും അവർക്ക് തന്നെയാണ് നേതൃത്വം പിന്തുണ നൽകുകയും അവരെ മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ആകെ കോൺഗ്രസിന് ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുകയാണ് എന്ന് തുറന്നടിക്കുകയാണ് ടിക്കാറാം മീണ. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളിൽ താൻ വിശ്വാസം പ്രകടിപ്പിച്ചു, താൻ അതിൽ വിശ്വസിച്ചു പ്രവർത്തിച്ചു പോന്നു. പക്ഷേ അവർ തങ്ങളെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി ഒതുക്കി കളഞ്ഞു എന്നുകൂടി ടിക്കാറാം മീണ പറഞ്ഞു വെക്കുകയാണ്. തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ ടിക്കാറാം മീണയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. തൻ്റെ രാജസ്ഥാനിൽ തനിക്ക് വളരെയധികം ജനപിന്തുണയുണ്ട്. അതൊന്നും കണക്കിലെടുക്കാതെയാണ് പാർട്ടി ഓരോ നീക്കങ്ങളുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ തനിക്ക് ഉതകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും പാർട്ടിയുടെ ആശയത്തോട് ചേർന്ന് നിന്നല്ല പ്രവർത്തിക്കുന്നത്. അത് മാത്രമായി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി ടിക്കാറാം മീണ 24 പറഞ്ഞു. ഇതേ അർത്ഥത്തിൽ വേണം നമുക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെയും ഒക്കെ കാണാൻ. കാരണം നല്ലൊരു പദ്ധതിയാണ്, നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. ജനങ്ങളുടെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒപ്പം പാർട്ടികളെ ഒക്കെയും കണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. 67 തെരഞ്ഞെടുപ്പ് വരെ പല ഘട്ടങ്ങളിലായി പല മേഖലകളായി തിരിച്ചുകൊണ്ട് വലിയ തോതിൽ പല സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് തിരികെ കൊണ്ടുവരാമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ കടുത്തു വിമർശിച്ച് എന്നാൽ BJPയുടെ പുതിയ നയങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ടിക്കാറാം മീണ നടത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അമ്പിളി അനിൽ പറയുന്നത്, സഹോദരൻ എനിക്ക് ഫോണുമില്ല, ഒരു കുന്തവുമില്ല. അപ്പോൾ ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഈ നമ്മുടെ ഓണത്തിനിടെ പുട്ടുകച്ചവടം നടത്തല്ലേ പ്ലീസ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. UDFിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച PV അൻവർ MLA പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും ഇന്ന് ചർച്ച നടത്തി. PV അൻവർ MLA മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് UDF ഇനിയും എത്തിയിട്ടില്ല. PV അൻവർ മുമ്പ് ഉന്നയിച്ച വിമർശനങ്ങളിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തണം എന്നാണ് കോൺഗ്രസിലെ യുവനേതാക്കളുടെ ഇതുവരെയുള്ള നിലപാട്. വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ PV അൻവർ
പിന്തുണച്ച UDF നേതാക്കളെ നേരിൽ കാണുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പാണക്കാട്ടേക്ക്. മലയോര മേഖലയുടെ പ്രശ്നങ്ങളിൽ അൻവർ എടുക്കുന്ന നിലപാടിൽ എതിർപ്പില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിഷയത്തോടൊപ്പം ലീഗ് ഉണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും. അപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ MLA അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ. ബാക്കി കാര്യങ്ങൾ UDF മൊത്തത്തിൽ എടുക്കേണ്ട ഒരു സമീപനമാണ്. അൻവറിനെ UDF എടുക്കില്ലെന്ന കടുത്ത നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മയപ്പെടുത്തി. UDF തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. UDF ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് UDF നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം, VD സതീശനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ PV അൻവർ രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കുള്ളത്. മലയോര മേഖലയുടെ പ്രശ്നം പറഞ്ഞ് പാണക്കാട് വഴി UDFിലേക്ക് വഴിവെട്ടുകയാണ് PV അൻവർ. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി UDF നേതൃത്വത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. നേതാക്കളുടെ എല്ലാം പ്രതികരണം കരുതലോടെയാണ്. വിപിൻ C വിജയൻ, 24 മലപ്പുറം. മാത്യു ഒരു കാര്യം പറഞ്ഞിരുന്നു, അമ്പിളി ചേച്ചി പാവമായ സ്കേൻ. എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അമ്പിളി ചേച്ചിക്ക് ആരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവരോടാണ് ഞാൻ പറയുന്നത് ഓണത്തിനിടെ പുട്ടുകച്ചവടം നടത്തല്ലേ എന്ന്. കമൻറ്റ് ബോക്സൊക്കെ വളരെ പരിശുദ്ധമായൊരു കളരിയാണ്. ആ കളരിയിൽ നമ്മുടെ പരിപാടികൾ ബുള്ളറ്റിനുകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, എന്നോട് കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട സ്ഥലത്ത് മറ്റ് കലാപരിപാടികൾ ആകരുത് എന്ന് ഞാൻ സൂചന കൊടുത്തതേ ഉള്ളൂ. എന്തായാലും ആ ചേച്ചി പാവമാണ്. PV അൻവറിനെതിരെ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നു. 9 കൊല്ലമായി കർഷകർക്ക് വേണ്ടി PV അൻവറിൻ്റെ ശബ്ദം കേട്ടിട്ടേയില്ല. കോൺഗ്രസ് നിരവധി സമരങ്ങൾ ചെയ്തു ഇവിടെ. അപ്പോഴും PV അൻവർ മിണ്ടിയിട്ടില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, 9 കൊല്ലമായി നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് അതൊന്ന് പൂർത്തീകരിക്കാൻ അതിലൊരു കൊട്ട മണ്ണ് അഡീഷണൽ ഇടാൻ സാധിച്ചു. എന്ത് ചെയ്തു ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇപ്പോ അൻവർ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല. പാർട്ടി പറഞ്ഞത് അൻവറിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഓക്കെ, ആര്യാടൻ ഷൗക്കത്തിൻ്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. ചന്ദ്രൻദാസ് പറയുന്നു, കലോത്സവം കാണാൻ പോകാൻ തീരുമാനിച്ചായിരുന്നു, പക്ഷേ 24 അത് തടഞ്ഞു. കാരണം കലോത്സവം അതിൻ്റെ മുഴുവൻ ശക്തിയിൽ 24 പവർഫുള്ളായിട്ട് കാണിച്ചൊന്നും പിന്നെ പോകാൻ തോന്നിയില്ല. എന്തായാലും നന്നായിട്ട് കണ്ടല്ലോ സ്ക്രീനിൽ കാണുന്നതിൻ്റെ അത്രയും സുഖം ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ ഉണ്ടായി എന്ന് വരില്ല. കാരണം ക്യാമറയ്ക്ക് ചില മാജിക് ഇല്ലേ, ചിലത് ക്ലോസ് ആയിട്ട് കാണിക്കും, ചിലത് വൈഡായിട്ട് കാണിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെയുള്ള ഷോട്ടുകൾ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടി അണി റോസിൻ്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണിനെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് പരാതി നൽകിയതെന്ന് ഹണി റോസ് 24നോട് പറഞ്ഞു. മോശം പരാമർശം താൻ നടത്തിയിട്ടില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത്. സമൂഹമാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകിയത്. പരാതി നൽകിയ കാര്യം നടി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തി. താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്ന് ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ പറയുന്നു. നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. IT ആക്ടും ചുമത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് താനെന്ന് ഹണി റോസ് 24നോട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പല പ്ലാറ്റ്ഫോമുകളിലും വളരെ മോശമായിട്ടുള്ള പരാമർശം എന്നെയും എന്റെ ശരീരത്തെ പറ്റിയും അല്ലെങ്കിൽ പല ജസ്റ്റേഴ്സ് മുഖേനയും സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. താൻ മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ്. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് മോശമായ
ഇന്റൻഷനൊന്നും അതിലില്ല. ഹണി റോസിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളിൽ പലതും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ്. ഇത് അന്വേഷണത്തിന് വെല്ലുവിളിയാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അധിക്ഷേപ കമന്റ് കണ്ടെത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്. 24 കൊച്ചി. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുന്നു. ഷാഫി കൊമ്മേരി പറയുന്നു, SKN കലോത്സവം കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ 24-ൽ എന്തെങ്കിലും ഉത്സവം വേണം. വാർത്തയോടെ കൊടുക്കും, ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കില്ലേ. ആശാ വി പറയുന്നു, ഇന്നലെ കലോത്സവ വേദിയിൽ പോയിട്ട് പഴയിടത്തിൻ്റെ ഫുഡിൻ്റെ കാര്യം ഒരു 50 തവണയെങ്കിലും പറഞ്ഞ് ഞങ്ങളെ ആകെ കൊതിപ്പിച്ച് കളഞ്ഞു. കൊന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയിടം എന്നെ കുറച്ച് കാലമായി കണ്ടിട്ട് അദ്ദേഹം കണ്ടപ്പോൾ ആ പായസം ഇളക്കാനുള്ള സാധനം എൻ്റെ തന്നു. ഞാൻ ആ പായസം കാര്യമായിട്ട് കുറച്ചേരം ഇളക്കി. എന്താ പറ്റിയെന്നറിയോ, ഞാൻ ഇന്നലെ അത് പ്രേക്ഷകരോട് പറയുകയും ചെയ്തു. അതിൻ്റെ ഗന്ധം മുഴുവൻ നമ്മുടെ മൂക്കിലേക്ക് അങ്ങ് അടിച്ചു കയറി. ഒരു രക്ഷയില്ല കേട്ടോ. എത്ര മണിക്കൂർ കഴിഞ്ഞ് അത് ഇറങ്ങിപ്പോയെന്നറിയാമോ. അപ്പോൾ നമ്മൾ ഈ അടപ്രഥമൻ്റെയൊക്കെ ഗന്ധം മൂക്കിൽ വന്ന് കയറിയാൽ രക്ഷയില്ല. ഇനി മറ്റു വാർത്തയിലേക്ക്. തൃശ്ശൂർ തിരുമക്കുളത്ത് ക്രിസ്മസ് ട്രീക്ക് ലൈറ്റ് ഇല്ല എന്നാരോപിച്ച് പള്ളി വികാരിക്ക് നേരെ ആക്രമണമുണ്ടായി. ആന്റണി പോൾ പറമ്പത്തിനാണ് പരിക്കേറ്റത്. ആക്രമണം തടയാൻ ശ്രമിച്ച വ്യാപാരിയും കുടുംബത്തെയും മർദ്ദിച്ചു. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആ ദൃശ്യത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം നമുക്ക്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എന്ത് പ്രകോപനമാണ് ഇയാൾക്കുള്ളത്? ഈ നേരെ നിന്ന് വിലസുന്ന മനുഷ്യനാണോ പ്രതി? SKN ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പ്രതികളാണുള്ളത്. ആ ദൃശ്യത്തിൽ തന്നെ കാണാം. അവർ ആ കടയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ പള്ളിയിൽ, തിരുമക്കുളത്ത് പള്ളിയിൽ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പള്ളി വികാരിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹം ഈ സമീപത്തെ കടയിൽ പഴം വാങ്ങാൻ എത്തിയതായിരുന്നു. പഴം വാങ്ങി കാറിൽ കയറി പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ 4 അംഗ സംഘം തടഞ്ഞു നിർത്തുകയും പിന്നീട് പള്ളി വികാരിയെ ഈ ലൈറ്റിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നതും കയ്യേറ്റം ചെയ്യുന്നതുമെല്ലാം. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പള്ളിയിലിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വച്ച് തന്നെ ഇപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4 അംഗ സംഘം പള്ളി വികാരിയെ ആക്രമിക്കുന്നത്. ഇത് കണ്ട ഈ സമീപത്തെ കടയിലെ കടയുടമ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ കടയുടമയായിട്ടുള്ള ആന്റണിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ കുസുമത്തെയും മക്കളായിട്ടുള്ള അമർജിത്ത്, അഭിജിത്ത് എന്നിവരെയും ഈ സംഘം ആക്രമിക്കുന്നത്. ഈ കടയടക്കം സംഘം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ വ്യാപാര സ്ഥാപനത്തിൽ കയറി ഈ പഴക്കുലകളടക്കം എടുത്തുകൊണ്ടായിരുന്നു ഈ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഈ പള്ളി വികാരിയെ മർദ്ദിക്കുന്ന സമയത്ത് ഇവർ അത് തടയാൻ ശ്രമിച്ചതായിരുന്നു ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത്. നമുക്കിപ്പോൾ ഫാദർ ആന്റണി പോൾ പറമ്പത്തിന്റെ ഒരു അഭിപ്രായം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു. അത് എപ്പോഴേക്കും മക്കൾ വന്നു, 2 മക്കൾ. അവരെയും അവർ സോഡ കുപ്പി, ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നപ്പോൾ എന്നെ കണ്ടമാനം അസഭ്യം പറഞ്ഞെങ്കിലും ശാന്തമായിട്ട് കേട്ട് നടന്ന് വൃത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീടിനകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. വീടിന് പുറത്ത് നടത്തിയിട്ടാണ് വർത്തമാനം വരുന്നത്. കാറിനോട് ചേർന്ന് നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വീണ്ടും അവർ വന്നപ്പോൾ ഞങ്ങൾ കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ കേട്ടത് ആ സ്ത്രീക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുസുമത്തിനും 2 ആൺമക്കൾക്കും ഇവരെ നമ്പർ ഉണ്ടായിരുന്നു. ഇതാണ് ഫാദർ പറയുന്നത്. സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ് സജി, കൂടുതൽ വിവരങ്ങൾ. SKN ഈ ക്രിസ്മസ് ട്രീ ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30യോടുകൂടി ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ട 4 അംഗ സംഘം ഈ ആക്രമണം നടത്തുന്നത്. ഈ ഫാദർ വികാരി പള്ളിയിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാർ തടഞ്ഞു നിർത്തി ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പള്ളിയിലിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ തങ്ങൾ പണം തന്നതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളി വികാരിക്ക് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു. ഇത് കണ്ട ഇടപെട്ട വ്യാപാരിക്കും വ്യാപാരിയുടെ ഭാര്യയെയും അവരുടെ 2 മക്കളെയും ഈ സംഘം ആക്രമിച്ചു. അത് ഈ പള്ളി
പള്ളി വികാരി പോയതിനു ശേഷം ഈ വീട് കയറിയുള്ള ആക്രമണമായിരുന്നു നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ പള്ളിയിലെത്തിയും വലിയ രീതിയിൽ അസഭ്യം പറയുകയും പിന്നീട് ഈ വെല്ലുവിളി നടത്തുകയും എല്ലാം ചെയ്തു. തുടർന്ന് വ്യാപാരിയും അതുപോലെ തന്നെ പള്ളി വികാരിയും നൽകിയ പരാതിയിൽ ഇപ്പോൾ മാള പോലീസ് കേസെടുത്തിരിക്കുന്നു. 4 പേരെ പ്രതിയാക്കിയാണ് 2 FIR ഇട്ടിരിക്കുന്നത്. അതിൽ 4 പേർ ഇപ്പോൾ മാള പോലീസിന്റെ കസ്റ്റഡിയിലാകുകയും ചെയ്തിട്ടുണ്ട്. സ്കേൻ എന്തായാലും ഈ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പള്ളി വികാരിക്ക് നേരെ അസഭ്യവും കയ്യേറ്റവും അതിനുശേഷം അത് തടയാൻ ശ്രമിച്ച വ്യാപാരിയെ വീട് കയറി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. സ്കേൻ. ഓക്കെ, താങ്ക് യു സൂരജ് സാജി. ഈ നാട്ടിൽ എന്താ ഇപ്പോൾ സംഭവിക്കാത്തത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, സൈബർ ആക്രമണത്തിനെതിരെ പരമ്പരയോടൊപ്പം ഈ കമൻറ്റ് ബോക്സിൽ നടക്കുന്ന വ്യാജന്മാരെ കൂടി കണ്ടുപിടിക്കണം, അവർക്കെതിരെ നടപടി വേണം. വ്യാജന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി. NM വിജയൻ എഴുതിയ കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം. VD സതീശൻ മോശമായി പെരുമാറിയെന്ന NM വിജയന്റെ മകൻ വിജേഷ്. പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. വിവാദങ്ങൾക്കിടെ KPCC അന്വേഷണ കമ്മീഷൻ നാളെ വയനാട്ടിലെത്തും. കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ തേടും. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. UDF പ്രവേശന ചർച്ചകൾക്കിടെ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ MLA. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടു. PV അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് മുന്നണിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ ആക്രമണത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. ഇപ്പോ അൻവർ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല. പാർട്ടി പറഞ്ഞത് അൻവറിന്റെ കഴിവുകേടുകൊണ്ടാണ്. PV അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നു. 9 കൊല്ലമായി കർഷകർക്ക് വേണ്ടി അൻവറിന്റെ ശബ്ദം കേട്ടിട്ടില്ലെന്ന വിമർശനം. അൻവർ തെറ്റ് തിരുത്തണമെന്ന VT ബൽറാമും മാത്യു കുള്ളനാടനും. It's a single phase election. Date of notification will be 10th of January. Date of poll is 5th. And counting is 8th. And 5th again we have very deliberately kept Wednesday. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി മാസം 5-ാം തീയതി. വിധിയെഴുതുന്നത് 70 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ാം തീയതി. നാമനിർദ്ദേശ പത്രിക ജനുവരി 17 വരെ സമർപ്പിക്കാം. വിജയ പ്രതീക്ഷ പങ്കുവച്ച നേതാക്കൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സുതാര്യമായിട്ടെന്നും ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടി അണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസ്. IT ആക്ടും ചുമത്തി. പേര് പറഞ്ഞില്ല, ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും. സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് താനെന്ന് ഹണി റോസ് 24നോട്. കേസ് നിയമപരമായി നേരിടുമെന്ന് ബോബി ചെമ്മണ്ണൂർ. സോഷ്യൽ മീഡിയയിൽ നടിയെ അപകീർത്തിപ്പെടുത്തിയ 20 പേരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കണ്ണൂർ കണ്ണപുരത്തെ DYFI പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾക്ക് ജീവപര്യന്തം. RSS പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. കൊലപാതക രാഷ്ട്രീയത്തിനുള്ള മുന്നറിയിപ്പെന്ന റിജിത്തിന്റെ അമ്മ വധശിക്ഷ നൽകുമെന്നാണ് കരുതിയതെന്ന് സഹോദരി. വിധി സ്വാഗതാർഹമെന്ന് MV ജയരാജൻ. പെരിയ കേസിൽ പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച ടിക്കാറാം മീണ. കോൺഗ്രസ് പാർട്ടി തന്നെ തഴഞ്ഞു. തന്നെ പാർട്ടിയിലേക്ക് എത്തിച്ചത് KC വേണുഗോപാൽ. പക്ഷേ ഗ്രൂപ്പുകളിൽ തന്നെ ഒതുക്കി. Two groups. And these two groups always confuse the high command and they are not able to decide and pick up the right kind of candidates. നേതാക്കളെ മണിയടിക്കുന്നവർക്കും പുകഴ്ത്തുന്നവർക്കും മാത്രമാണ് സ്ഥാനാർത്ഥിത്വമെന്ന് ടിക്കാറാം മീണ 24നോട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണച്ചും ടിക്കാറാം മീണയുടെ പ്രതികരണം വന്നു.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ നടത്തിയ പരാമർശങ്ങളിൽ NN കൃഷ്ണദാസിന് CPIM-ന്റെ പരസ്യ താക്കീത്. പെട്ടി വിവാദത്തിലെ പരാമർശം പാർട്ടി നിലപാടിന് വിരുദ്ധമായി. പാർട്ടിയിൽ ഭിന്നത ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കാരണമായെന്നും CPIM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. തനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുമെന്ന് NN കൃഷ്ണദാസ്. വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഉമാ തോമസ് കിടക്കയിൽ എഴുന്നേറ്റു. അണുബാധ നിയന്ത്രണ വിധേയമായി. 2 ആഴ്ച കൂടി തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുമെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ മുന്നിൽ, കണ്ണൂരും പാലക്കാടും തൊട്ടുപിന്നിൽ. കലാപ്രേമികളുടെ മനം നിറച്ച ജനപ്രിയ ഇനങ്ങൾ. ആസ്വാദക മനം കവർന്ന നാടകവും സംഘനൃത്തവും കോൽക്കളിയും. കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 2 സ്കൂളുകളെ വിലക്കിയത് പുനഃപരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നു. ഇപ്പോഴൊരു സങ്കടകരമായ വാർത്ത വരുന്ന കണ്ണൂർ പാനൂരിൽ നായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരൻ പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു. തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ കണ്ണൂരിൽ നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ കുട്ടിക്ക് അപകടം ഉണ്ടായത്? SKN വളരെ ദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂർ പാനൂർ തൂവക്കുന്ന് ചേലക്കാട്ട് എന്ന പ്രദേശത്ത് സംഭവിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ആ തൂവക്കുന്നിലെ മുഹമ്മദ് ഫസൽ 9 വയസ്സാണ്. തൂവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഈ ഫസലും കൂട്ടുകാരും കളിക്കുന്നതിനിടെ നായ ഓടിക്കുകയായിരുന്നു. അതിനിടെ കൂട്ടുകാർക്കൊപ്പം ഫസലും ചെതറി ഓടി. ഇതിനിടെ ഈ ഫസൽ ആൾമറയില്ലാത്ത പൊട്ടക്കിണറ്റിൽ വീണു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മറ്റു കുട്ടികളെയെല്ലാം ചിതറി വീടുകളിലേക്കൊക്കെ ഓടി, ഫസലിനെ മാത്രം കാണാതായി. അതിനെ തുടർന്നാണ് വീട്ടുകാരും അതോടൊപ്പം പ്രദേശവാസികളും ഈ ഫസലിനായി തെരച്ചിൽ നടത്തിയത്. അതിനൊടുവിൽ ഈ ആൾമറയില്ലാത്തൊരു കിണറിന്റെ ഭാഗത്താണ് ഈ കുട്ടികൾ കളിച്ചത്. അതിനെ തുടർന്നാണ് അവിടെ പരിശോധന നടത്തിയത്. ഈ കിണറിൽ ഇറങ്ങി തന്നെ നാട്ടുകാർ ഒരു നിമിഷം, ഈ വാർഡ് മെമ്പർ നമുക്കൊപ്പം ചേരുന്നു. ഈ സ്ഥലത്തു നിന്നുള്ള മെമ്പറാണ്, അദ്ദേഹം പറയും. എന്താണ് ശരിക്കും വാർഡ് മെമ്പറെ, താങ്കളുടെ പേര് പറഞ്ഞില്ല? മുഹമ്മദ് അലി. എനിക്ക് മനസ്സിലായി. എന്താണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഓക്കെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണല്ലേ? ഓക്കെ. വൈകുന്നേരം ഒരു 5:30 മണിയോട് കൂടിയിട്ടാണ് ഈ കുട്ടി, ഇവരെല്ലാവരും അവിടുന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഒരു 3-5 കുട്ടികളുണ്ട്. ഈ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഒരു നായകൾ വന്നപ്പോൾ ആ നായനെ കണ്ട് ഭയന്നോടിയതാണ്. പരക്കെ ഓരോ ഭാഗത്തേക്ക് ഈ കുട്ടികളൊക്കെ പരക്കെ അങ്ങൊന്നൊക്കെല്ലായിട്ട് ഓടിപ്പോയതാണ്. അപ്പോ ഈ കുട്ടി അബദ്ധത്തിൽ തൊട്ടപ്പുറത്ത് ഒരു ഉപയോഗശൂന്യമായ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ അബദ്ധത്തിൽ വീഴുകയാണ് ചെയ്തത്. പക്ഷേ ആ പരിസരത്തുള്ള എല്ലാ ഭാഗത്തും വൈകുന്നേരം 5:30 മണിക്ക് ശേഷം നാട്ടുകാർ ഇവരൊക്കെ സെർച്ച് നടത്തി നോക്കി, എവിടെയും കണ്ടില്ല. അവസാനം രാത്രി 8 മണിയോടെ അടുക്കുമ്പോൾ ഒരു 7 മണി. അതിന്റെ അർത്ഥം കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നത് ആരും അറിഞ്ഞില്ലെന്നാണോ? ആരും അറിഞ്ഞില്ല. ഒരു ഉപയോഗശൂന്യമായ കാട് മൂടി കിടക്കുന്ന ഒരു കിണറായിരുന്നു ഇത്. അതായത് നിർത്താൻ വേണ്ടി വെച്ച ഒരു കിണറായിരുന്നു ഇത്. ആ കിണറിലേക്കാണ് കുട്ടി അബദ്ധത്തിൽ പോയി വീഴുന്നത്. ഓക്കെ. കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നോ? കുട്ടി ഇപ്പം ബോഡി കിണറ്റിൽ നിന്ന് ലഭിച്ചതിന് ശേഷം അവിടത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 9 വയസ്സുള്ള കുട്ടിയാണ്. തൂവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് ഫസൽ എന്നാണ് പേര്. വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത് ഈ കുട്ടിയുടെ? കുട്ടിയുടെ സഹോദരങ്ങള്, കുട്ടിയുടെ ഉമ്മ ആ വീട്ടിലുണ്ട്. അതേപോലെ ഈ കുട്ടിയുടെ ഉപ്പയും അതേപോലെ ഉപ്പയുടെ ഉമ്മയൊക്കെ ആ വീട്ടിലുണ്ട്. കളിക്കുമ്പോഴാണ് ഈ സംഭവം, അപകടം കാരണമായ സംഭവം നടന്നത്. വലിയ കഷ്ടമായി. നന്ദി മുഹമ്മദ് അലി, നമുക്കൊപ്പം ചേർന്നതിന്. എന്തായാലും സങ്കടകരമാണ്. മൂടാതെ കിടന്നൊരു പൊട്ടക്കിണറ്റിലേക്ക് വീണാണ് ഈ കുട്ടിയുടെ അന്ത്യമുണ്ടായത്. നമ്മുടെ നാട്ടിൽ ഈ കിണറൊക്കെ മൂടാതിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ കഴിയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെങ്കിലും കുഴൽക്കിണർ മൂടാതെ ഇടരുത്, പൊട്ടക്കിണറുകൾ മൂടാതെ ഇടരുത്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഈ കുട്ടിയുടെ ജീവൻ പോയത് അതുകൊണ്ട് മാത്രമാണല്ലോ.
മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5-ാം തീയതി. ഫെബ്രുവരി 8-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടായാൽ ഡൽഹിക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന നിർദ്ദേശം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 5-നാണ് 70 സീറ്റുകളിലേക്കുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 3-ാം ദിവസം വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഈ മാസം 17-ഉം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 20-ഉമാണ്. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th. And counting is 8th. And 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें, इसलिए इस बार भी महाराष्ट्र की तरह हमने इसको वेडनेसडे में रखा है. एंटायर इलेक्शन प्रोसेस आफ्टर काउंटिंग विल बी कंप्लीट बाय 10th. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ കൃത്രിമം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന ആരോപണങ്ങൾ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തള്ളി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമെന്നും രാജീവ് കുമാറിന്റെ പ്രതികരണം. EVMs are foolproof devices for counting. Allegations of tampering are baseless. We are not saying. We are speaking now because we don't speak when elections are on. And I want to clarify this so that it remains. Questions are not asked. When asked, at least you are all equipped to check them before writing. കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തരുതെന്നായിരുന്നു ആരോപണങ്ങൾക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയത്. വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ബജറ്റ് അവതരണമുണ്ടായാൽ ഡൽഹിക്ക് മാത്രമായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആർ അച്യുതൻ, 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. എറണാകുളത്ത് പാതാളത്ത് തീപിടുത്തമുണ്ടായി. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറിക്കാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവർ തീ അണയ്ക്കാനുള്ള ശ്രമം കാര്യമായി നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കാൻ സമയമാകുന്നു. ഇടവേള ഓക്കെ. ഇത്തിരി കടുപ്പ പിടിച്ച തീയാണല്ലോ. അപ്പോൾ അശ്വിൻ ബാലാജി കൂടി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, കൂടുതൽ വിവരങ്ങൾ. ഈ അതായത് എറണാകുളത്തുള്ള പാതാളത്തുള്ള ഒരു ഫിനോയിൽ നിർമ്മാണശാലയാണ്. അതായത് ലോഷനൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ 8:15 കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതിന്റെ ഉൾവശത്തുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും കമ്പനി പൂട്ടി ആളുകൾ പോയ ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളപായമൊന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇപ്പോഴും തീ പൂർണ്ണമായി അണച്ചു എന്ന് പറയാനാവില്ല. കാരണം അകത്ത് സാധനങ്ങളിൽ ഫിനോയിൽ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് തീപിടാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീപിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഒരു 8:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ജോലി കഴിഞ്ഞ് ഇവരെല്ലാവരും പോയേക്കായിരുന്നു. ആ പോയി കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തം ഉണ്ടായെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചറിയിക്കുന്നത്. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നാട്ടുകാരും ഇവിടുത്തെ എല്ലാവരും കൂടിയാണ് ആക്റ്റീവായിട്ട് രംഗത്ത് വന്നത്. ആദ്യം നാട്ടുകാരാണ് ഓടിയെത്തിയത്. എവിടെയും നാട്ടുകാരാണല്ലോ ഉണ്ടാവുന്നത്. ആദ്യം നാട്ടുകാർ ഓടിയെത്തുകയും ഫിനോയിൽ നിർമ്മാണശാലയാണ്. നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നത് അങ്ങനെയുള്ള നിർമ്മാണശാലയാണത്. താളൊന്നും ഇല്ലായിരുന്നല്ലോ. അതിന് ആളൊന്നും ഉണ്ടായില്ല. ആളില്ലാത്ത കാരണം ഭയങ്കര ഭാഗ്യമായി പോയി. എന്തായാലും അതാണ് ഇപ്പോഴും പുകയുയരുന്നുണ്ട്. ഈ തീ പിടിച്ച ഭാഗത്ത് നിന്ന് കൂടുതലായി പുകയുയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നാട്ടുകാരുടെ വലിയ സഹായം ഫയർഫോഴ്സിനുണ്ട്. നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 5 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അശ്വിൻ ബാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അശ്വിൻ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. നിലവിൽ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അച്യുതൻ, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്.
കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK സുപ്രീം കോടതി ജഡ്ജി പദത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മലയാളി മുഖമെന്നത് ജസ്റ്റിസ് CT രവികുമാർ ആയിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി പദത്തിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം ആരായിരിക്കും അടുത്ത മലയാളി മുഖം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ പേരാണ്. ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കരിയറിന്റെ അടക്കം എക്സ്പീരിയൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിനോദ് ചന്ദ്രൻ. ഇതിനു മുൻപ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 11 വർഷ കാലയളവ് അദ്ദേഹം ജഡ്ജി, ചീഫ് ജസ്റ്റിസ് പദങ്ങളിൽ ഇരുന്ന വ്യക്തി കൂടിയാണ്. അതെല്ലാം മുൻഗണനയ്ക്ക് എടുത്തുകൊണ്ടാണ് കൊളീജിയം ഇപ്പോൾ ജഡ്ജി വിനോദ് ചന്ദ്രനെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആർ അച്യുതനാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നറിയുമ്പോൾ. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം 25,449 പേർ ദർശനം നടത്തി. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തുമെന്ന് അറിയുന്നു. രാഹുൽ സുരേഷ് ശബരിമല സന്നിധാനത്തു നിന്നും ചേരുന്നു. രാഹുൽ, പറയൂ. SK ഇന്നലെ മുതൽ ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടക പ്രവാഹത്തിനൊരു കുറവ് ഉണ്ടാകുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒരു വിലയിരുത്തൽ. പക്ഷേ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയ ഒരു ദിനം കൂടിയാണ് ഇന്നലെ ശബരിമലയിൽ കടന്നുപോയത്. 1,02,916 പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നും അതിന് സമാനമായ സാഹചര്യമാണ്. കഴിഞ്ഞ മണിക്കൂർ വരെ 70,000-ത്തിലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തിപ്പോയത്. ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അതേസമയം ഇനി ഒരാഴ്ച മാത്രമാണ് മകരവിളക്ക് ദർശനത്തിനായി ബാക്കിയുള്ളത്. ഇതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ നിലവിൽ വരികയാണ്. വെള്ളിയാഴ്ച മുതൽ ശബരിമലയിൽ എത്തുന്ന ദർശകരെ നിയന്ത്രിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനം. അതുമാത്രമല്ല 13, 14 തീയതികളിൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട്. അതായത് 13-ന് സ്പോട്ട് ബുക്കിംഗ് 5,000-ആയും 14-ന് സ്പോട്ട് ബുക്കിംഗ് 1,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വെർച്വൽ ക്യൂ 13-ന് 50,000-ആയും 14-ന് 40,000-ആയും പരിമിതപ്പെടുത്താനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. എന്താണെങ്കിലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള കൂടുതൽ തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിൽ ശബരിമലയിലെത്തി ദർശനം നടത്തി പോകുന്നതെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, രാഹുൽ സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കുറച്ചധികം വാർത്തകൾ ഇന്ന് വാർത്താ പകലിൽ കണ്ടു നമ്മൾ. ഈ വാർത്താ പകൽ നേരം ഈ ചാനലുകൾ കാണാൻ കഴിയാതെ പോയ ആളുകൾക്കും അതുപോലെ ഈ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കും ടെലിവിഷനെ ഓൺ ചെയ്യാൻ കഴിയാതെ പോയ ആളുകൾക്കും ഒക്കെ ആയിട്ട് വാർത്താ പകൽ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധിക്കെതിരെ ഹർജിയുമായി KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ CPIM നേതാക്കൾ. അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കൂടുതൽ നടപടി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ അബ്ദുൽ സലാം, വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവർക്ക് സസ്പെൻഷൻ. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ ദീപിക ദിനപത്രത്തിൽ മുഖപ്രസംഗം. MLA U പ്രതിഭയുടെ മകനെ അനുകൂലിച്ചതിനെതിരെ വിഷപ്പുകയും വിവരക്കേടും എന്ന തലക്കെട്ടിലാണ് അതിരൂക്ഷ വിമർശനം. കേരള കോൺഗ്രസ് നേതൃനിരയിലേക്ക് PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ്. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായി അപ്പുവിനെ തെരഞ്ഞെടുത്തു. KM മാണിയുടെ മരുമകൻ MP ജോസഫ് വൈസ് ചെയർമാൻ. കായികമേളയിൽ പ്രതിഷേധിച്ചതിന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പിൻവലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകളുടെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്.
അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് കലോത്സവ വാർത്തകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ കലോത്സവ വാർത്തകൾ കുറച്ച് കൂടുതൽ കാണിച്ചു പോയെന്ന് സംശയം തോന്നിയതുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ചില പ്രേക്ഷകർക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ കലോത്സവം നേരിട്ട് കാണുന്ന ഒരു സുഖം ചിലപ്പോൾ ടെലിവിഷനിൽ കാണുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആൾക്കാർ സംശയിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം വലിയൊരു സ്ക്രീനിൽ നമുക്ക് ഈ പരിപാടികളൊക്കെ കാണാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും തലസ്ഥാന നഗരിയിൽ പോയി ഈ കലോത്സവം കാണാൻ കഴിയില്ല. പക്ഷേ നല്ല ജനക്കൂട്ടമുണ്ട്, നന്നായി നടക്കട്ടെ. നാളെ അവസാനിക്കുക. ഇനി നമുക്ക് വാൽകൃഷ്ണൻ. വനനിയമ ഭേദഗതി ബില്ലിനെതിരെ PV അൻവർ MLA ഒരു ജാഥ സംഘടിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവിന് ജീവൻ നഷ്ടപ്പെടുകയും സംഭവത്തിൽ പ്രതിഷേധിച്ച് DMK പ്രവർത്തകർ DFO ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു. പിന്നാലെ അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ദിവസത്തെ ജയിൽവാസം, പിന്നീട് ജാമ്യം. അറസ്റ്റും ജയിൽവാസവും PV അൻവറിൻ്റെ UDF പ്രവേശനം എന്ന ആഗ്രഹത്തിന് ആക്കാൻ കൂട്ടും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. M. അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഒരു ജാഥ നടത്താൻ പോവുകയാണ്. അപ്പോൾ ജാഥയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉദ്ഘാടകനെയാണ്. അപ്പോൾ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ബോക്സിലേക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം നമുക്ക് ജാഥയുടെ ഫ്ലക്സ് അടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ബോക്സിക്ക് ഫോട്ടോ ഇട്ട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആർക്കും കടന്നു വരാം, ആർക്കും ഈ ജാഥ ഉദ്ഘാടിക്കാം. എന്തൊക്കെയായിരുന്നു തമിഴ്നാട്ടിലും ഡൽഹിയിലും ഒക്കെ കറങ്ങി നടന്നിട്ടും ജാഥ ഉദ്ഘാടനം ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ? അതിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. അല്ല, ഒരു ട്രെയിനിൽ ബോഗികൾ ഇങ്ങനെ വന്ന് ചേരുന്ന പോലെ ആളുകൾ ഇങ്ങനെ വന്ന് ചേരുന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നേ? എന്നിട്ട് ഉദ്ഘാടനത്തിന് പറ്റിയ ഒരാളങ്ങ് കിട്ടിയില്ല. ബോഗി പിന്നാലെ വരുന്നത് എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടില്ലേ? നമ്മൾ ബോഗി കൊളത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം, ബോഗി പല സ്ഥലത്തായി കിടക്കുക, ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടുന്ന് കൊളത്തും. ആരും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവിൻ്റെ ഒന്നും ആവശ്യമില്ല. വനം മന്ത്രിനെയും മുഖ്യമന്ത്രിനെയും നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയുമോ? അങ്ങനെയുള്ള ആർക്കും തന്നെ ഈ ജാഥയുടെ ഉദ്ഘാടകനാകാം. അപ്പോൾ പെട്ടെന്ന് വരും. അതല്ല, അപ്പോൾ നിങ്ങൾ ഒരാളെ ഫോട്ടോ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നും പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ചിരുന്നല്ലോ, അതെന്തായി? അൻവർ എന്നെ വിളിച്ചു, MLA, നാളെ നിങ്ങളൊന്ന് വനമരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, KPC പ്രസിഡന്റ് പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ ഞാൻ വിളിച്ചു, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പരിപാടിയിൽ അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫോട്ടോ അങ്ങോട്ട് കിട്ടിയാൽ പോയി ഫ്ലക്സ് അടിക്കലാണ് പരിപാടി. ഓരോട് സമ്മതം ചോദിക്കലൊന്നും ഇല്ലല്ലേ? KCC പ്രസിഡന്റ് അങ്ങനെ പറയുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തോട് ചോദിക്കാതെ അങ്ങനെ പോസ്റ്റർ വരില്ലല്ലോ. ഇവിടെ ആരുടെയെങ്കിലും ഫോട്ടോ കിട്ടിയാൽ നേരെ പോയി ഫ്ലക്സ് അടിക്കുക, ഉദ്ഘാടനം ചെയ്യുന്നു വരിക. ഇനിയിപ്പോൾ ഡൽഹിയിലെത്തിയാലോ, KC വേണുഗോപാലിനെ കണ്ടു, അവരെ കണ്ടു, ഇവരെ കണ്ടു, ഇതാ കോൺഗ്രസിക്ക് ഇപ്പം ചേരും, ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറയാം. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഓ, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഒരു പൊതുവായ തീരുമാനം എടുക്കണം. ഫോട്ടോ ഇടുന്നതിന് വേണ്ടി ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റക്കാണ് ഈ ജാഥ നടത്തുന്നുവെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഈ ജാഥ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ UDF-ലുണ്ടാവും. അക്കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഞാൻ UDF ചെയർമാനാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം കേട്ടതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതെനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഉറപ്പാണ്. അപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വാ. അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടതായി തോന്നുന്നില്ല. ആരും വന്നില്ല, ഉദ്ഘാടനം ചെയ്യാനൊന്നും ആരും വന്നില്ല. പക്ഷെ വേറൊരു വാർത്ത വന്നു, നിലമ്പൂരിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്ന്. ഇത് കേട്ട നിലമ്പൂർ ഘടകം DMK വനം വകുപ്പ് ഓഫീസ് പോയിട്ട് അങ്ങോട്ട് വെട്ടി നിരത്തി. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ആളെ കിട്ടിയിട്ടില്ലെങ്കിലും വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ കിട്ടി. DMK പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ കൂടെ പോലീസ് അൻവർ ഖാനെയും കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ജാമ്യത്തിലും ഇറങ്ങി. പക്ഷെ ജയിലിൽ കടന്ന സമയത്ത് ഇതുവരെ കിട്ടാത്ത ഒരു പിന്തുണ അൻവർ ഖാക്ക് കിട്ടി. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. ജയിലിൽ ഇരുന്നിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ആ പിന്തുണക്ക് അൻവർ ഖാൻ നന്ദി കാട്ടി.
കാരണം ഒരു ഉപാധി ഇല്ലാതെ UDF-ന്റെ ഒപ്പം നടക്കാന്ന് മൂപ്പര് പ്രഖ്യാപിച്ചു. ഞാൻ എന്തായാലും UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഒരൊറ്റ ദിവസം ജയിലിൽ കിടന്നപ്പോക്ക് ഉപാധികളൊന്നും വേണ്ട, എന്നെ നിങ്ങൾ കൂട്ടിയാൽ മതി എന്നുള്ള ലൈനിക്ക് എത്തി മൂപ്പര്. ഒറ്റ മറിയലല്ലേ ഇത് കേട്ടപ്പോൾ ഉപാധികളൊന്നും ഇല്ലാതെയാണെങ്കിൽ കൂട്ടിയ തിരക്കടില്ലാന്ന് കോൺഗ്രസിന്റെ മനസ്സിലും ചെറിയൊരു പൂതി. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും. ഒറ്റ മറിയലല്ലേ അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് UDF നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. അങ്ങനെ ഉദ്ഘാടനത്തിന് ആളെ തെരഞ്ഞിറങ്ങിയ അൻവർക്കാക്ക് ഉദ്ഘാടകനെ കിട്ടിയിട്ടില്ലെങ്കിലും ജയിലിൽ കിടന്നതുകൊണ്ട് കോൺഗ്രസിക്കുള്ള പാസിന് ചെറിയൊരു ചാൻസ് കിട്ടി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.